സന്നിധാനത്ത് നിന്നും അടിയന്തര ഘട്ടങ്ങളിൽ രോഗികളെ പമ്പയിലെത്തിക്കുന്നതിനായി ആംബുലൻസ് കൊണ്ടുവന്നു. ഗവൺമെന്റ് ഡിസ്പെൻസറിക്ക് വേണ്ടിയാണ് സന്നിധാനത്ത് ആംബുലൻസ് എത്തിച്ചത്. നേരത്തെ ട്രാക്ടറിലും സ്ട്രെച്ചറിലുമൊക്കെയായിരുന്നു രോഗികളെ പമ്പയിൽ എത്തിച്ചിരുന്നത്. ട്രാക്ടറുകൾ മാത്രം കയറിയിരുന്ന വഴിയിലൂടെ ഇതാദ്യമായാണ് മറ്റൊരു വാഹനം സന്നിധാനത്തെത്തുന്നത്. ശബരിമലയിൽ അപകടത്തിൽപ്പെടുന്നവരെയോ അടിയന്തര ചികിത്സ വേണ്ടവരെയോ എത്രയും പെട്ടെന്ന് പമ്പയിലെത്തിക്കുന്നതിനായാണ് ജീപ്പ് ആംബുലൻസ് സംവിധാനം ഏർപ്പാടാക്കിയത്. ഏറെക്കാലത്തെ ആവശ്യമായിരുന്നെങ്കിലും ഈ ഉത്സവകാലത്താണ് ജീപ്പ് ആംബുലൻസ് യാഥാർത്ഥ്യമായതും. ഒരു രോഗിയും ഡോക്ടറുമടക്കം 4 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് വാഹനം. കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു വലിയ പ്രശ്നം. ഇപ്പോൾ ഒരു പേഷ്യന്റിനെ ഒരു ആപത്തുള്ള ഒരു പേഷ്യന്റിനെ നമുക്ക് ഒരു വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാറ്റേണ്ടി വരുന്ന സാഹചര്യം വരികയാണെങ്കിൽ മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് നമ്മൾ സ്ട്രെച്ചറിൽ തന്നെ പേഷ്യന്റിനെ കയറ്റുകയും അവിടെ കിടത്തി വെന്റിലേറ്ററും ഓക്സിജനും ഒക്കെ തന്നെ വേറെ സപ്പോർട്ട് ചെയ്ത് ഒരു ടീമായിട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം അത് വളരെ ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഓഫ് റോഡ് ആംബുലൻസ് വന്നതോടുകൂടി ആ പ്രശ്നം ഒരു പരിധി വരെ തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ട്രാക്ടർ ഒഴികെ മറ്റു വാഹനമൊന്നും ഇതുവരെയും ശബരിമലയിൽ കയറിയിരുന്നില്ല. നേരത്തെ അടിയന്തര ഘട്ടങ്ങളിൽ ട്രാക്ടറിലോ സ്ട്രക്ചറിൽ കിടത്തിയോ ആയിരുന്നു രോഗിയെ പമ്പയിൽ എത്തിച്ചിരുന്നത്. ഇപ്പോൾ ശബരിമലയിലെ ഗവൺമെന്റ് ഡിസ്പെൻസറിക്ക് സ്വന്തമായി ജീപ്പ് ആംബുലൻസ് എത്തിയത് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നതും. വിജേഷ് നടുവിൽ, സന്നിധാനം.